എല്ലാവർക്കും നമസ്കാരം. വേതാളം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ 100ാമത്തെ വീഡിയോ ആണ്. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. ഞങ്ങളുടെ 100ാമത്തെ വീഡിയോ ഉടൻ വരുന്നു. വേതാളം വ്ളോഗ്സ് നിങ്ങൾക്കായി നൽകുന്നു. ഈ ആഘോഷത്തിൽ പങ്കുചേരൂ. ഇപ്പോൾ തന്നെ കാണൂ. എല്ലാവർക്കും നമസ്കാരം. വേതാളം വ്ളോഗ്സിലെ 100ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നന്ദി ആദ്യമായി അറിയിക്കുന്നു. കാരണം 9 കൊല്ലം മുന്നേ ഒരു മാരേജ് എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആദ്യത്തെ വീഡിയോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിൽ 100-600 പേര് അത് കണ്ടിരുന്നു. പിന്നീട് ഇപ്പോൾ ഒരു 8-9 കൊല്ലമായി അത് കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ പിന്നീട് കണ്ടത് മൊത്തം ഒരു 1200-1300 പേരാണ് കണ്ടത്. പക്ഷേ അന്ന് തുടങ്ങിയ ചാനൽ പലപ്പോഴും പല കാര്യങ്ങളായിട്ട് നമ്മൾ ഇതിൽ പല ടോപ്പിക്കുകളും, ഇൻഫോർമേറ്റീവായ ടോപ്പിക്കുകളും എൻ്റർടൈൻമെൻ്റായ ടോപ്പിക്കുകളും അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സുകളും തുടങ്ങി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെയ്തു. പക്ഷേ ഇതുവരെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. അതിന് ഒന്നാമത്തെ കാരണം ഞാൻ നല്ലൊരു മടിയനാണ്. അപ്പോൾ കാരണം ഈ ഒരു കൊല്ലം ഞാൻ 40 വീഡിയോകളും ചെയ്തു. ഈ ഒരു കൊല്ലം, അതായത് ലാസ്റ്റ് 45 ദിവസത്തിനുള്ളിൽ 40 വീഡിയോ ചെയ്തു. അതിന് മുന്നേ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഒരു 60 വീഡിയോ ചെയ്യാൻ 9 കൊല്ലം 8 കൊല്ലം എടുത്തു. ഓക്കെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോ ഇത് ടോപ്പിക് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ഏറ്റവും ആദ്യം വീഡിയോ എടുത്ത അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് 2 ആഴ്ചയായിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓഫ്ലൈനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ ബെഡ്റൂമാണിത്. ഓക്കെ, ബെഡ്റൂം അത്യാവശ്യം അലങ്കോലാണ്, അതുകൊണ്ട് മൊത്തം റിവ്യൂ കാണിക്കൂല. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ജീവിതത്തിലൊരു പ്രത്യേക ഒരു കോമഡി ഉണ്ടാവുന്നുണ്ട് സ്ഥിരമായിട്ട്. ഞാൻ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവ് സാധനങ്ങളാണ് ആഗ്രഹിക്കുക. കാരണം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി എനിക്ക് ഏകദേശം ഒരു താരമുള്ളതുകൊണ്ട് 100 സാധനങ്ങൾ മനസ്സിലാഗ്രഹിച്ചാൽ ഒരു 2-3 സാധനങ്ങൾ പുറത്ത് പറയും. അതിൽ ചിലപ്പോൾ 1-2 കിട്ടുമായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ പലപ്പോഴും സംഭവിക്കാറ്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നില്ല കേട്ടോ, നടക്കുന്നുണ്ട്. പക്ഷെ അത് ആവശ്യമുള്ള സമയത്ത് ആവാറില്ല. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടി ചെറുപ്പത്തിൽ കളിപ്പാട്ടം ആഗ്രഹിക്കുമ്പോൾ ആ ടൈമിൽ ആ കുട്ടി കിട്ടില്ല. അത് കഴിഞ്ഞ് ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ അതേപോലത്തെ കളിപ്പാട്ടക്കട ആ കുട്ടി സ്വന്തമായിട്ട് നേടുന്ന ഒരു അവസ്ഥ പോലെയാണ് എൻ്റെ ലൈഫിൽ പലപ്പോഴും. അതങ്ങനെ ഒരു നിർഭാഗ്യമെന്നോ അല്ലെങ്കിൽ ഭാഗ്യമെന്നോ പറയാം. പലപ്പോഴും അത് കിട്ടുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലേക്കല്ല, ആ പ്രായം കഴിഞ്ഞ് പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അങ്ങനെ ഒരു സംഭവമാണ്. കാരണം ഞാൻ അറിയാലോ, 10 വയസ്സായിട്ടാണ് നടന്നു തുടങ്ങിയത്. അപ്പോൾ ചെറുപ്പത്തിൽ നടക്കാൻ ആഗ്രഹിച്ചിട്ടൊരു 10 കൊല്ലം ഡിലേ ലൈഫിലുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ലൈഫിലുണ്ട്. അതായത് സമയത്തിന് കിട്ടാത്തതിന് ഞാൻ 2001 കാലഘട്ടത്തിൽ ഞങ്ങൾ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ ഞങ്ങളുടെ ഫ്ലവർ മില്ല്, അച്ഛന് പണ്ടൊരു മില്ലുണ്ടായിരുന്നു, അതിൻ്റെ ഒരു സൈഡിൽ അച്ഛൻ പണ്ട് കോഴീനെ വളർത്താൻ ഉണ്ടാക്കിയ ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അച്ഛൻ അവിടെ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ അച്ഛനെ ആരോ കൊടുത്തിട്ട് കിട്ടിയ ഒരു വാൽവിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു. പഴയ കാലത്ത് റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോ കേടായപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ സമയം നോക്കാൻ ഏറ്റവും നല്ല മാധ്യമം റേഡിയോ ആണല്ലോ. അന്നത്തെ 80കളുടെയും 90കളുടെയും കുട്ടികളും അവർ നോക്കി അമ്മമാർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ റേഡിയോ ഒരെണ്ണം ആവശ്യമായ ഒരു സന്ദർഭം ജീവിതത്തിൽ വന്നപ്പോൾ നമ്മളുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്, ഒരു അകന്ന ബന്ധു വിദേശത്തൊക്കെ പോയി വന്നുള്ള ഒരാളാണ്. ആളുടെ വീട്ടിൽ ഒരു 2-3 റേഡിയോ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ അവിടെ ഇങ്ങനെ റേഡിയോ ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ നൈസായിട്ടൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ കിട്ടിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആളും ഞാനുള്ളപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, എനിക്കൊരു റേഡിയോ തരുമോ, ഒരു പർട്ടിക്കുലർ റേഡിയോ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് വേറൊരാൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, തരാൻ പറ്റില്ല എന്നാണ്. പിന്നീട് ടി വി ഒക്കെ വീട്ടിലുണ്ട്, എന്നാലും രാവിലെ റേഡിയോ കേൾക്കുന്നൊരു സുഖം ഉണ്ടാവില്ലല്ലോ. രാവിലെ റേഡിയോ കേട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു സുഖം ടി വിയിൽ ഉണ്ടാവില്ല, നോക്കിയിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് 2006, 2008, 2009 ഒക്കെ കാലഘട്ടമായപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരിക്കുന്ന ടൈമിൽ
സ്ക്രാപ്പുകാർ വരികയാണ്. സ്ക്രാപ്പുകാർ വിളിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർ ഈ പർട്ടിക്കുലർ റേഡിയോ, ഞാൻ ചോദിച്ചൊരു റേഡിയോ അവിടുത്തെ സ്ക്രാപ്പുകാർക്ക് എടുത്ത് കൊടുക്കണം എൻ്റെ മുന്നിൽ വെച്ചിട്ട്. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, സ്ക്രാപ്പ് കൊടുക്കണ്ട, അതെനിക്ക് തരുമോ ചേട്ടാ എന്ന് ചോദിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഞാൻ ചോദിച്ചില്ല, കാരണം ഒരു വട്ടം റിജക്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ആളത് വേറെ ആർക്കും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ അങ്ങനെ പോയി. ഇപ്പം അടുത്ത് എൻ്റെ വൈഫിൻ്റെ ട്വിൻ സിസ്റ്ററുടെ കുട്ടിയുടെ പേരിൽ ചടങ്ങിന് പോയപ്പോൾ, പൊന്നാനി പോയപ്പോൾ ഏകദേശം അതേ കമ്പനി അതേ മോഡൽ, കളർ മാത്രമാണ് വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിമായ ഒരു റേഡിയോ, ടാപ്പ് റെക്കോർഡർ റേഡിയോ കണ്ടു. എവിടെ? സ്ക്രാപ്പിൽ കണ്ടു. അപ്പോൾ ആദ്യം കുട്ടിയുടെ പേരിലൊക്കെ പോയി വന്നപ്പോൾ തിരിച്ച് വന്നിട്ട് ആ കടക്കാരോട് ചോദിച്ചു, ഈ റേഡിയോ എനിക്ക് തരും, എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, 200 രൂപയാണെന്ന് പറഞ്ഞു. നമ്മൾ എന്താ പറയുക, ന്യായമായും എനിക്ക് വില പേശാൻ അറിയാത്തതുകൊണ്ട് ആ പൈസ കൊടുത്ത് ഞാനിത് വാങ്ങി. എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുന്നേ ഇതിന് കേബിളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അടുത്തുള്ളൊരു ഇലക്ട്രോണിക് ഷോപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ AM വർക്ക് ചെയ്യുന്നില്ല, ആകാശവാണി തൃശ്ശൂർ കിട്ടില്ല. പിന്നെ ഇതിന് മെക്കാനിസം, ഈ സാധനത്തിൻ്റെ മെക്കാനിസം, അതായത് കാസറ്റ് ഇടുന്ന ഭാഗം വർക്ക് ചെയ്യില്ല. ഓൾറെഡി എല്ലാ റേഡിയോയിലും പോയി. കാരണം CD കഴിഞ്ഞു, CDന്ന് പെൻ ഡ്രൈവിലേക്ക് എത്തിയ കാലഘട്ടമായി, ഓൺലൈനായ കാലഘട്ടമായി. അപ്പോൾ അതുകൊണ്ട് അത് വർക്ക് ചെയ്ത എന്നുള്ള കാര്യം 100% ഉറപ്പായി. അപ്പോൾ കാശ് പോയി എന്നുള്ളത് വിചാരിച്ചു. കാരണം ഞാനിങ്ങനെ പണ്ട് കിട്ടാത്ത ആഗ്രഹങ്ങൾ പിന്നീട് കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു സൈക്കിൾ എൻ്റെ കൂട്ടുകാരൻ, ഞാൻ സൈക്കിൾ ഇടുന്ന ഒരു വീഡിയോ ഒക്കെ FBയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തളർന്നു പോയാൽ നിങ്ങളുടെ ഹീറോ എന്നൊക്കെയുള്ള ഡയലോഗ് ഇട്ടിട്ട്, ആക്ച്വലി ആ സൈക്കിളും ചവിട്ടി വീട്ടിൽ എത്തി, പിറ്റേ ദിവസം തൊട്ട് അപ്പൻഡിക്സിൻ്റെ പെയിൻ തുടങ്ങി, ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതാണ്. ചെറുപ്പത്തിൽ സൈക്കിളും ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് മാമൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു പോകുന്ന സൈക്കിള് വീടിൻ്റെ അടുത്തുള്ള എല്ലാ പിള്ളേരും ചവിട്ട് പിടിച്ച്, ഞാനൊരു ചവിട്ട് പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹത്തിൽ കഴിഞ്ഞ വട്ടം ഡൽഹി പോയിട്ട് എടുത്താണ് ആ സൈക്കിള്. അതിപ്പോൾ വീട്ടിൽ എൻ്റെ തറവാട്ടിലിരിക്കുന്നുണ്ട്, മഴ കൊള്ളുന്നുണ്ട്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് അവസ്ഥ. പക്ഷേ ഈ റേഡിയോ എടുത്തപ്പോഴും എൻ്റെ ഉള്ളിൽ എന്താ പറയുക, വീണ്ടും പണ്ടത്തരാകുമെന്ന് വെച്ചു. പക്ഷെ ഇവിടെ വന്ന് ഓർഫനേജ് വന്ന് കണക്ട് ചെയ്തപ്പോൾ FM വർക്ക് ചെയ്യുന്നുണ്ട്. FM മാത്രമല്ല, ഇവിടെ തൃശ്ശൂർ അടുത്തായതുകൊണ്ട് ആകാശവാണി തൃശ്ശൂരും ഇതിൽ വർക്ക് ചെയ്യും. കാരണം FMൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലെത്തുമ്പോൾ, ട്യൂണിങ്ങിലെത്തുമ്പോൾ അതിൽ ആകാശവാണി തൃശ്ശൂരും വർക്ക് ചെയ്യും. അപ്പോൾ സന്തോഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉണ്ടാവും ലൈഫിൽ ഇതുപോലെ ഇല്ലേ, ആഗ്രഹിച്ച സമയത്ത് കിട്ടില്ല. പിന്നീട് നമ്മൾ അതൊക്കെ ആഗ്രഹങ്ങളൊക്കെ മാറി ബോറിംഗ് ഒക്കെ ആയി തുടങ്ങുമ്പോൾ സാധനം കിട്ടുമ്പോൾ അതിനൊരു വിലയില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം, എന്താ പറയുക, പഴയ റേഡിയോയിൽ ഓണറാണ്. 100ാമത്തെ വീഡിയോ ആണ്. ബോറടിപ്പിച്ചിട്ടുണ്ടാവാം, പക്ഷെ എന്നാലും ഇങ്ങനത്തെയൊക്കെയുള്ള പഴയ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും എന്നെ അടുത്തറിയുന്ന എൻ്റെ ക്ലോസ് റിലേറ്റീവ്സിന് പോലും അറിയുന്നില്ല എൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സോ കാര്യങ്ങളോ. പക്ഷെ അതൊരു രസമാണ്. കാരണം മുന്നേ നമുക്ക് നേടാൻ പറ്റാത്തത് ഇപ്പോൾ നേടുമ്പോൾ, മേ ബി ഇപ്പോൾ നേടേണ്ട സാധനങ്ങളൊന്നും ഞാൻ നേടിയിട്ടില്ല കേട്ടോ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫായ ജോലിയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കൂട്ടുകുടുംബത്തിലാണ്, അമ്മ, ചേട്ടൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യ അടങ്ങുന്നൊരു കുടുംബത്തിലാണ് നിൽക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് 7 കൊല്ലമായി, ഞങ്ങൾക്ക് മക്കളൊന്നും ആയിട്ടില്ല. അതും ടൈമിന് എന്താ പറയുക കിട്ടാത്തൊരവസ്ഥ വെച്ചത്. ഇപ്പോൾ വാർദ്ധക്യത്തിലാവും ഞങ്ങൾക്ക് മക്കളുണ്ടാവും. അതിന് വിഷമമൊന്നുമല്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് നിങ്ങളേ ഉള്ളൂ. കാരണം എൻ്റെ ചാനൽ ഞാൻ പോലും അറിയാതെ കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്താ പറയുക, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ തുടങ്ങിയപ്പോഴും ആരൊക്കെയോ ഒരു 4-5 പേര് ദിവസം എൻ്റെ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ സമയത്ത് കിട്ടുന്ന സാധനങ്ങളൊന്നും കിട്ടാറില്ല. അതെൻ്റെ ഒരു വിധി. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങളൊരു വീട് നോക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി. അതായത് എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, ഒരു വീട് വാങ്ങണം. കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ്, വീടോ സ്ഥലമോ. പതുക്കെ എന്താ പറയുക, വൈഫ് ഞാനും എന്ന ഒരു ലോകത്തിലേക്ക് ചുരുങ്ങല്ല, ഞങ്ങളുടെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക. പ്രൊഫഷണലാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാം. അതായത് ഞാൻ ഏകദേശം ഒരു NRI പോലെ തൃശ്ശൂരാണെങ്കിലും 2 മാസം വെക്കേഷൻ, ഓണം ക്രിസ്മസിൽ മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നുള്ളൂ.
അപ്പം അത് മാറി ഞാൻ ചിന്തിച്ച് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി എന്തിലൊക്കെയാണോ ഞാൻ പോയി തലയിട്ടത് അതൊക്കെ എനിക്ക് വലിയ വലിയ കടങ്ങളായി മാറി. എന്നെ ഒരു ആൾ വെടിപ്പായിട്ട്, ഒരാളല്ല പല ആൾക്കാരും വെടിപ്പായിട്ട് ചതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് കടമുണ്ട്. അപ്പോൾ പലരും പറയും, നീ എന്താ പൊട്ടനാണോ അതിൽ പോയി വിടുന്നത് എന്തായിരിക്കും? വേറെ ഒന്നല്ല, നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മളൊന്ന് മാറി, അവരൊന്ന് ഫ്രീ ആക്കി, അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ മാറി ചിന്തിക്കുന്ന പലതും പലപ്പോഴും അവർക്ക് തന്നെ ഏറ്റവും അപകടവും നമുക്കും അതെ, നമ്മുടെ പേരും മോശമാവുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നൊരു ഇതുണ്ട് എൻ്റെ ലൈഫിൽ. ഞാൻ അനുഭവിക്കുന്നതാണ്. മേ ബി ഞാൻ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ടാർഗറ്റ് ഇല്ലാത്ത ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം. എനിവേ, ഈ റേഡിയോ എടുത്തു കുറച്ചു കാലം. ഇവനെൻ്റെ കൂടെ ഉണ്ടായും, ഇതിൻ്റെ ഓണർ ഞാനാണ്. പിന്നെ എൻ്റെ ചാനലായാലും സബ്സ്ക്രൈബർ ആയിട്ടില്ല. നിങ്ങൾ പലരും എന്നെ അറിയുന്നവരുണ്ട്, എൻ്റെ ഫേസ്ബുക്കിലുള്ളവരുണ്ട്. സോ എപ്പോഴെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വേറെ വലിയ മോഹമൊന്നുമില്ല. ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ഒരു 7 കൊല്ലം കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഉണ്ടാക്കി വെച്ച വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെ. അതൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അധ്വാനിച്ച് വീട്ടിൽ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നിനക്കൊന്നും പണിയെടുക്കാണ്ട് ജീവിക്കാനാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. ഞാനിപ്പോൾ ചെയ്യുന്ന വർക്ക് വെച്ചിട്ട് എൻ്റെ ഒരു 10-20 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്താലാണ് ഞാൻ ഉണ്ടാക്കിയ ബാധ്യതകളിൽ നിന്ന് 100% മാറാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് കണ്ടാലും കണ്ടില്ലെങ്കിലും 1000 സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നന്ദി പറയാത്ത ഒരാളാണ് ആക്ച്വലി. റിയൽ ലൈഫിൽ കുറച്ച് കാലം മുന്നേ വരെ നന്ദി ഒരാളോടും പറയാറില്ല. നന്ദി ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്കതിൻ്റെ പ്രാധാന്യം അറിയില്ലായിരുന്നു. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നന്ദി കേൾക്കാൻ വെയിറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചാനലാണെങ്കിലും ചില വ്യക്തികൾ ഒരു ഉപകാരം അവർക്കില്ലെങ്കിലും എന്നെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ചില എൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട്. അതിന് പേര് ഞാൻ അടുത്ത് പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? സോ അത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ കാണുമ്പോഴും ചിലപ്പോൾ അതിലൊരാളായിരിക്കും നിങ്ങൾ. അത് തന്നെയാണ് നിങ്ങളൊക്കെ തന്നെയുള്ളൂ എന്ന് പറയുന്നതിന് കാരണം. അപ്പം എന്തായാലും എൻ്റെ സ്വന്തം ഓൺ പ്രോപ്പർട്ടി ഉണ്ട്. അതെൻ്റെ വൈഫിനോട് പോലും ഇങ്ങനെ ഇത്രയും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അതായത് ഈ റേഡിയോയുടെ ഒരു ഇമോഷൻ പറഞ്ഞില്ല. ഇപ്പോൾ ഉണ്ട്. എൻ്റെ 100ാമത്തെ വീഡിയോ ആണ്. ബോറിങ് വീഡിയോ ആണ്, എന്നാലും നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി. എന്നെ ഉൾക്കൊണ്ട ഞാൻ എന്താണെന്ന് എൻ്റെ ഫീല് ജഗദീഷ് എന്ന വ്യക്തിയെ തൊട്ടടുത്തുള്ള ബന്ധുക്കളെക്കാളും കൂടുതൽ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയുക, സ്നേഹത്തോടെ മനസ്സ് തുറന്ന് ഈ ക്യാമറ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഹഗ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഈ സ്നേഹം എൻ്റെ അടുത്ത് ഉണ്ടാവണം.